നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. വേൾഡ് കപ്പിന് മുന്നോടിയായിട്ടുള്ള അവസാന സന്നാഹ മത്സരവും ബ്രസീലിൽ കളിച്ചു കഴിഞ്ഞു. ഇനി വേൾഡ് കപ്പിൽ മൊറോക്കോക്കെതിരെയുള്ള കളിയാണുള്ളത്. അപ്പോൾ രണ്ടാമത്തെ സന്നാഹ മത്സരം കഴിഞ്ഞപ്പോൾ ഈജിപ്തിനെ 2-1 പരാജയപ്പെടുത്തിയപ്പോൾ കോച്ച് കാർലോ അഞ്ചലോട്ടിയുടെ ഒരു വിലയിരുത്തലുണ്ട്. ടീമിൻ്റെ പ്രകടനം എങ്ങനെ? ശരിക്കും പറഞ്ഞാൽ അഞ്ചലോട്ടി വളരെ ഹാപ്പിയാണ്. അഞ്ചലോട്ടി പറയുന്നത്, ഞങ്ങളുടെ ടീം വളരെ മികച്ച രൂപത്തിൽ പെർഫോമൻസ് നടത്തി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അറ്റാക്കിങ്ങിലും ഡിഫൻസിലും ഒക്കെ ആയിട്ട് പല താരങ്ങൾക്കും 60 മിനിറ്റുകൾ കളിക്കാനുള്ള അവസരം ഞാൻ കൊടുത്തു. നല്ല രൂപത്തിൽ ഞങ്ങൾ പ്രസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ടീം വളരെ വിത്ത് ഇൻറ്റൻസിറ്റിയാണ് കളിച്ചത്. ഞങ്ങളുടെ പ്ലാൻ അനുസരിച്ച് തന്നെയാണ് കളിക്കളത്തിൽ കാര്യങ്ങൾ നീങ്ങിയത്. കുറച്ചുകൂടി ഒരു സെർട്ടനിറ്റി ഇപ്പോൾ കളിയിൽ വന്നിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ടീം പ്ലേഡ് വെൽ. അതാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. വളരെ ഇൻറ്റൻസിറ്റിയോടുകൂടി, നല്ല റിതത്തോടുകൂടി, ക്വാളിറ്റിയോടുകൂടി ടീം കളിച്ചു. പ്രഷറിൻ്റെ സമയത്ത് ടീം ഒരുമിച്ച് നിന്നു. പിന്നെ അവസാനത്തെ ഒരു 30 മിനിറ്റുകൾ ഞാൻ വിശ്വസിക്കുന്നത് ഞങ്ങൾക്ക് കുറച്ചുകൂടി കൺട്രോൾ ആവശ്യമാണ് എന്നാണ്. ഒരുപാട് ഡീപ്പ് അറ്റാക്ക് ഞങ്ങൾ ഫോഴ്സ് ചെയ്തു. എന്തായാലും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ജയിച്ചു, ശരിയാണ്. പക്ഷേ അവസാനത്തെ 30 മിനിറ്റ്സിൽ കുറച്ചുകൂടി നന്നാക്കാമായിരുന്നു എന്നതാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. എന്തായാലും ടീം പ്ലേഡ് വെൽ. ഓവറോൾ എനിക്കതാണ് പറയാനുള്ളത്. ടീമിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് നല്ല മിനിറ്റുകൾ ലഭിച്ചു താരങ്ങൾക്ക് എന്നുള്ളതൊരു പോസിറ്റീവാണ്. പിന്നെ വേൾഡ് കപ്പിലെ ഫസ്റ്റ് മാച്ച്, മൊറോക്കോക്കെതിരെയുള്ള ഫസ്റ്റ് മാച്ച്, അതിനുള്ള സ്റ്റാർട്ടിംഗ് ലൈനപ്പ് റെഡിയാണ്. ഐ ഹാവ് ദി സ്റ്റാർട്ടിംഗ് ലൈനപ്പ് ടു പ്ലേ അഗെയിൻസ്റ്റ് മൊറോക്കോ. എനിക്ക് കൃത്യമായൊരു ഐഡിയ ഉണ്ട്. ഇപ്പോൾ ആ ഡിയോ, വിനി, റാഫിഞ്ഞോ ഡിയോ വളരെ മികച്ച രൂപത്തിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അവർ നന്നായിട്ട് കമ്പൈൻ ചെയ്തു. അതുപോലെ തന്നെ ഓപ്പർച്യൂണിറ്റീസ് അവരുണ്ടാക്കിയെടുത്തു. അവരുടെ പ്രകടനം ഈ മത്സരത്തിൽ വളരെ മികച്ചതായിരുന്നു എന്നുകൂടി കോച്ച് പറയുന്നുണ്ട്. പിന്നെ അദ്ദേഹത്തിനൊരു ചെറിയ ആശങ്കയുള്ളത് ഏതായാലും വെസ്ലിയുടെ കാര്യത്തിലാണ്. വെസ്ലിയുടെ കാര്യത്തിൽ നാളെ ഡയഗ്നോസിസ് നടത്തും, അദ്ദേഹത്തിന് ടെസ്റ്റുകൾ നടത്തും. അതിനുശേഷമാണ് തീരുമാനമെടുക്കുക. അദ്ദേഹത്തിന് മസിൽ പ്രോബ്ലം ഉണ്ട്. എന്നാലും നമ്മൾ വെയിറ്റ് ചെയ്താൽ പറ്റും. ഇതൊരു ഒരു 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 വല്ലാത്ത സങ്കടകരമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ അദ്ദേഹത്തെ റീപ്ലേസ് ചെയ്യാനുള്ള താരങ്ങൾ നമുക്കുണ്ട്. പിന്നെ സെൻറ്റർ ബാക്ക് പൊസിഷനിൽ സംശയങ്ങളൊന്നുമില്ല. അത് മാർക്കിഞ്ഞോസും ഗബ്രിയലും തന്നെയായിരിക്കും കളിക്കുക. ഇപ്പം തീർച്ചയായിട്ടും അവർ ചാമ്പ്യൻസ് ലീഗ് കഴിഞ്ഞ് വന്നതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ അവർ 100% റെഡിയല്ല എന്നതാണ് സത്യം. എന്തായാലും ഞങ്ങൾ നല്ല രൂപത്തിൽ ട്രെയിനിങ് നടത്തും. അടുത്ത മത്സരം, വേൾഡ് കപ്പ് മത്സരത്തിനായിട്ട് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യും എന്നുകൂടി കോച്ച് ഇപ്പോൾ പറയുന്നുണ്ട്. പിന്നെ ഡാനിലോയുടെ കാര്യത്തിൽ, ഡാനിലോയ്ക്ക് എല്ലാ പൊസിഷനിലും കളിക്കാൻ പറ്റും. അപ്പോൾ വെസ്ലിക്ക് പരിക്ക് പറ്റുമ്പോൾ നമുക്ക് അദ്ദേഹത്തെ റൈറ്റ് ബാക്ക് പൊസിഷനിൽ വേണം. ഈ ബാനസിനും അവിടെ കളിക്കാൻ പറ്റും. സോ ആ രൂപത്തിൽ തന്നെ നമുക്ക് ഇതെല്ലാം കവർ ചെയ്യാനുള്ള ആളുകളുണ്ട്. റൈറ്റ് നൗ വെസ്ലിയുടെ കാര്യത്തിൽ ഈ സൊല്യൂഷൻസാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ബാക്കി അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ എന്ത് തീരുമാനമെടുക്കും എന്നുള്ളത് നാളത്തെ ആ ഒരു ടെസ്റ്റ് റിസൾട്ട് വന്നതിന് ശേഷം മാത്രമേ നമുക്ക് പറയാൻ പറ്റുകയുള്ളൂ എന്നുകൂടി കോച്ച് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഹെൻഡ്രിക്കിൻ്റെ കാര്യം എടുത്ത് പറയുന്നുണ്ട്. ഹെൻഡ്രിക്കിന് ഈ ഒരു ക്വാളിറ്റി ഉണ്ട്. അവൻ വളരെ പവർഫുള്ളാണ്. വളരെ നന്നായിട്ട് ഷോട്ട് തീർക്കാൻ അവന് പറ്റും. ആ ഏരിയയിൽ അവന് നന്നായിട്ട് പൊസിഷൻ എടുക്കാൻ പറ്റും. അതാണ് അവൻ ഗോൾ അടിക്കാനുള്ള ഒരു കാരണവും. തീർച്ചയായിട്ടും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഹെൻഡ്രിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്ലെയറാണ്. നമ്മൾ അദ്ദേഹത്തെ കൃത്യമായിട്ട് ഫോളോ ചെയ്യേണ്ടതുണ്ട്. ഞങ്ങൾക്ക് ഇവിടെ എല്ലാ പ്ലേയേഴ്സും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാവരും വ്യത്യസ്ത ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ളവരാണ്. മാത്യൂസ് കുഞ്ഞ ഒരു പക്ഷേ ഹെൻഡ്രിക്കിനെ പോലെ ഫിനിഷ് ചെയ്തില്ലേക്കാം, പക്ഷേ ബിൽഡപ്പ് ഗെയിമുകളിൽ അദ്ദേഹവും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്നുകൂടി കോച്ച് പറയുന്നു. ഏതായാലും കോച്ച് വളരെ കൃത്യമായിട്ട് പറയുന്നൊരു കാര്യമുണ്ട്. സെക്കൻഡ് ഹാഫ് കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു. നമുക്ക് സ്പേസസ് കണ്ടെത്താനും മറ്റുമൊക്കെ ആയിട്ട് കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു. ഏതായാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം മത്സരത്തിലെ സിറ്റുവേഷൻ അനുസരിച്ച് കളിക്കാൻ കഴിഞ്ഞു എന്നാണ് ഇപ്പോൾ ബ്രസീലിൻ്റെ കോച്ച് പറയുന്നത്. പിന്നെ ഈജിപ്തിൻ്റെ ക്വാളിറ്റിയെക്കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഞാൻ കളിക്കളത്തിൽ വെച്ച് താരങ്ങളെ അങ്ങനെ അനലൈസ് ചെയ്യാറില്ല. ഈജിപ്ത് നന്നായിട്ട് കളിച്ചിട്ടുണ്ട്, നന്നായിട്ട് ഓർഗനൈസ് ചെയ്ത് ഡിഫെൻസീവ്ലി അവർ കളിച്ചു. പിന്നെ കൗണ്ടർ അറ്റാക്കുകൾ വളരെ ഡേഞ്ചറസ് ആയിട്ട് അവർക്ക് ചെയ്യാൻ പറ്റി. ഓവറോൾ ഈജിപ്ത് നല്ല ഗെയിമാണ് കളിച്ചത് എന്നുകൂടി കോച്ച് വിലയിരുത്തുന്നു. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ് ടോക്സിൽ എത്താം.